ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡെയിലി വ്ളോഗാണ്. അപ്പോൾ മോർണിംഗ് എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് ടു ഡു ലിസ്റ്റൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. അപ്പം പിന്നെ അത് കഴിഞ്ഞ് 8:30 ക്ലാസ് കണ്ടഫേഴ്സിൻ്റെ ക്ലാസ് കണ്ടപ്പം നോട്ട്സ് പ്രിപ്പയർ ചെയ്തില്ല. കാര്യം റിവിഷൻ ടൈമിൽ കുറച്ചും കൂടെ ഒരു പ്രൊഡക്റ്റീവ് സ്റ്റഡി ആക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം നോട്ട്സ് എഴുതുമ്പോൾ ആ ഒരു ശ്രദ്ധ പോകുന്നതുകൊണ്ട് അങ്ങനെ മറ്റേതാകുമ്പോൾ ക്ലാസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കാണ്ട് കേൾക്കാൻ അങ്ങനെ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ SCRT 3 ചാപ്റ്റേഴ്സാണ് എടുത്ത് വെച്ചിരുന്നത്. അതിൽ 2 ചാപ്റ്റേഴ്സ് പകൽ കഴിഞ്ഞു. വൈകുന്നേരം ഈവനിങ് ഒരു 6 മണി വരെ ഞാൻ പഠിച്ചതിൻ്റെ വ്ളോഗായിട്ടിരിക്കുന്നത്. അപ്പോൾ 6 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ബാക്കിയുള്ള ഒരു ചാപ്റ്ററും കൂടെ എടുത്തത് കേട്ടോ. അതിനിടയ്ക്ക് SCRT 2 ചാപ്റ്റേഴ്സ് കണ്ടു, അതിൻ്റെ വീഡിയോ ക്ലാസ് കണ്ടു കേട്ടോ. അപ്പോൾ പ്രൊഡക്റ്റീവാണ്, അത് കുറച്ച് എഫക്റ്റീവാണ് നമുക്ക് വീഡിയോ ക്ലാസ് കാണുന്നത്. കാര്യം ഞാൻ അതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, വീഡിയോ ഇട്ടായിരുന്നു ഉച്ചയ്ക്ക്. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണം കേട്ടോ. അപ്പോൾ SCRT ക്ലാസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ ക്ലാസ്സും കൂടെ കാണുമ്പോൾ നമുക്ക് എഫക്റ്റീവായിരിക്കും. അപ്പം നിങ്ങളൊക്കെ പഠനം അങ്ങനെ പോകുന്നുണ്ട്, മാത്സൊക്കെ നിങ്ങളെല്ലാ ദിവസവും ചെയ്യുന്നതായിരിക്കുന്നു. ഞാൻ ഇന്ന് കുറച്ച് മാത്സ് ചെയ്തു. നിങ്ങളുടെ മാത്സിൻ്റെ ഒരു ടച്ച് എപ്പോഴും നമ്മൾ ടച്ചിങ് വിത്ത് ഉണ്ടായിരിക്കണം മാത്സ്. നമ്മളല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് എത്ര മാത്സ് അറിയാവുന്നവരാണെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു ഇത് വരും. ആദ്യം ചെയ്ത് തുടങ്ങുമ്പോഴേ നമ്മുടെ ശരിയായിട്ടുള്ളൊരു റൂട്ട് നമുക്ക് അപ്പോൾ കിട്ടാമെന്ന് വരത്തില്ല, നമ്മൾ പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്നും ഒരു മാക്സിമം മിനിമം ഒരു 10 മാത്സെങ്കിലും ചെയ്ത് പഠിക്കുക കേട്ടോ. മാക്സിമം നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം. പിന്നെ കറണ്ട് അഫേഴ്സ് എന്ന് നോക്കുക, വിട്ടു പോകരുത്. പഠിച്ചത് തന്നെ റിവിഷൻ കൊടുത്തു വരിക. അപ്പോയിൻമെൻറ്റ്സ് നോക്കുക. പിന്നെ പുതിയ എന്തെങ്കിലും ആർട്ടിക്കിൾസൊക്കെ വന്നതും പിന്നെ അപ്പോയിൻമെൻറ്റ്സ് അമെൻമെൻറ്റ്സ് പിന്നെ എന്തുമായിരുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ടോ നമ്മൾ എന്നും നമ്മൾ ഇതായിട്ട് കണ്ടിട്ടുള്ളത്. നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ക്ലാസ്സസ്, ആർട്സ് ആൻഡ് കൾച്ചറിലെ പുതിയ കാര്യങ്ങൾ അങ്ങനെ എല്ലാം നോക്കുക കേട്ടോ. അപ്പം അതാണല്ലോ ഹോട്ട് ടോപ്പിക് എക്സായിട്ട് ഇപ്പം നിൽക്കുന്നത്. അപ്പം അങ്ങനെ നോക്കി പോവുക. മാക്സിമം ചെയ്യാൻ പറ്റുന്ന എല്ലാം മാക്സിമം കറണ്ട് അഫേഴ്സ് തന്നെ നോക്കി പോവുക കേട്ടോ. പിന്നെ മലയാളം ഇംഗ്ലീഷും നിങ്ങൾ ഇപ്പോൾ എടുക്കണമെന്ന് ഞാൻ പറയത്തില്ല, പ്രിലിംസ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എടുക്കാം. കോൺഫിഡൻസ് ആയിട്ടുള്ളവർക്ക് വേണമെങ്കിൽ എടുക്കാം. കുറേശ്ശെ എടുത്ത് തുടങ്ങാം കേട്ടോ. ഒരു 10 ഇംഗ്ലീഷും ഒരു 10 മലയാളവും നിങ്ങൾക്ക് വേണമെങ്കിൽ വേർഡ്സൊക്കെ പഠിക്കാമല്ലോ. ഇംഗ്ലീഷിൽ സിനോണിംസ് ആൻറ്റണിംസൊക്കെ 10 എണ്ണം വെച്ച് പഠിക്കാമല്ലോ ദിവസവും ഡെയിലി. പിന്നെ മലയാളം നമുക്ക് SCRT വേണമെങ്കിൽ അർത്ഥവും പര്യായപദം അങ്ങനെ കുറച്ച് 10 വേർഡ്സ് വെച്ച് പഠിക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി ദിവസമേ. അപ്പോൾ ഇന്ന് 10 എണ്ണം വായിച്ചാൽ നാളെ ആ 10 വായിച്ചിട്ട് വേണം അടുത്ത 10 വായിക്കാൻ. അങ്ങനെ റിവിഷൻ കൊടുത്ത് കുറേശ്ശെ ചെയ്തു പോകാം. നിങ്ങൾ വെറുതെ നിങ്ങൾ അടുക്കളയിലൊക്കെ നിൽക്കുമ്പോഴും ചെറിയൊരു നോട്ട്സ് പേപ്പറിൽ എഴുതി ഇങ്ങനെ നോക്കി വായിക്കാമല്ലോ നമുക്ക്. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അങ്ങനെ മാത്സും ഇംഗ്ലീഷും നമുക്ക് പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ അതും കൂടെ കൊണ്ടുപോകാം. അത് പറ്റാത്തവർക്ക് വിട്ടേക്കൊക്കെ അത് ചെയ്യേണ്ട. മാത്സും കറണ്ട് അഫേഴ്സും നമ്മുടെ GK മാത്രം ചെയ്താൽ മതി കേട്ടോ. പ്രത്യേകിച്ച് PVQ ഒക്കെ നോക്കി ഒരുവിധം ആയവരൊക്കെ ആണെങ്കിൽ SCRT കൂടെ നോക്കി പോകണം. അപ്പോൾ SCRT ക്ലാസ്സസ് എന്തായാലും യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് എന്തായാലും SCRT സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണും. ഫിലിംസിന് കുറച്ചും കൂടെയൊക്കെ നിങ്ങൾ ബേസിക് കാര്യങ്ങളാണ്, പെട്ടെന്ന് പഠിച്ചു പോകുന്നതേ ഉള്ളൂ. മാക്സിമം നോക്കുക കേട്ടോ. നിങ്ങളെല്ലാവരും പഠിക്കുക. അപ്പോൾ ടു ഡു ലിസ്റ്റൊക്കെ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് വെക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാ ദിവസത്തെയും നിങ്ങൾ അങ്ങനെ ചെയ്താൽ ടൈം മാനേജ്മെൻറ്റ് വളരെ കറക്റ്റായിട്ട് നമുക്ക് കൊണ്ടുപോകാനൊക്കും. നിങ്ങൾ ഫസ്റ്റ് ടൈം ഒരു മടിയായിരിക്കും. പിന്നെ നിങ്ങളത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അത്ര ഒരു യൂസ് ആണെന്ന് നമുക്കത് പിന്നെ മനസ്സിലാവും കേട്ടോ, നമ്മളത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ എല്ലാ ദിവസത്തെയും റൈറ്റ് ഡൗൺ ചെയ്ത് പോകുമ്പോൾ നമുക്ക് പിറ്റേന്ന് നമ്മൾ കറക്റ്റായിട്ട് അത് ചെയ്തു പോകാമെന്നുള്ളൊരു നമുക്കൊരു മോട്ടിവേഷനാണ്. അപ്പോൾ എല്ലാവരും പഠിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു ഓൾ, ബൈ.